മഗ്‌രിബോട് കൂടെ മുഹറം മാസം ആരംഭിക്കണം അല്ലേ? മുഹറം മാസം അള്ളാഹുവിന്റെ മാസം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ മുഹറം മാസത്തിൽ നമുക്ക് നേട്ടം ലഭിക്കുന്ന ചില കാര്യങ്ങൾ എന്താ? ഒന്ന്, ഇതിപ്പോ ഞാനിവിടെ ഇരിക്കുന്നത് എന്താ ബിസ്മിയില് 19 അക്ഷരങ്ങൾ. അലിഫ് ലാം റാ ഹാ മീം നൂൻ അലിഫ് ലാം റാ ഹാ മീം 19 അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ 19 അക്ഷരങ്ങളും നമ്മൾ എന്ത് ചെയ്യണേ? എന്നൊരു കടലാസ് എടുക്കുക. കടലാസ് എടുത്തിട്ട് സാധാ പേര് വെള്ളമായിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്നാമത്തെ വരിയിൽ എഴുതുക. ഇതേപോലെ അങ്ങനെ 113 തവണ 113 തവണ അങ്ങനെ എഴുതിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് എഴുതിയാൽ എന്നിട്ട് അത് മടക്കി ഒരു പോക്കറ്റിലോ ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ ഉമ്മമാരുടെ ബാഗിലോ ഉപ്പമാരുടെ പേഴ്സിലോ ഒക്കെ സൂക്ഷിച്ച് വെച്ചാൽ വരുന്ന വർഷം ഏത് വരുന്ന വർഷം? നെക്സ്റ്റ് ഇയർ. ഏത് വർഷം? 1446 ഇത്ര വർഷം. 1446. ഈ വർഷം, ഈ ഒരു വർഷം, ഈ മുഹറം 1 മുതൽ അടുത്ത മുഹറം 1 വരെയുള്ള വലിയ ഒരു സൂക്ഷിപ്പ് മുതലാണ്. നമുക്ക് തിരിതല്, കണ്ണേറ്, വിഷം, അതുപോലെ മാരകമായ രോഗങ്ങൾ, അസുഖങ്ങളൊന്നും ഇല്ലത്ര. മാത്രമല്ല, ഇനി അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ഭദ്രത കൈവരിക്കാൻ ഏറ്റവും നല്ലത് ഇതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാൻ എഴുതണ്ട. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ഭക്തം പിടിക്കുക, എന്നിട്ട് ഇതേപോലെ നിർത്തി പിടിക്കുക. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഇങ്ങനെ അതിൽ 1000 തവണ ഓതിയിട്ട് ഓരോ നൂറത്തുമ്പോഴും അതിലേക്ക് ഊതുക. ഓരോ നൂറത്തുമ്പോഴും അതിലേക്ക് ഊതുക. 1000 എത്തിക്കഴിഞ്ഞാൽ മടക്കുക. 3 മടക്കി ഇതുപോലെ സൂക്ഷിച്ച് നമ്മൾ ബാക്ക് പോക്കറ്റ് ചെയ്യും. നമുക്കൊരു ബുദ്ധിമുട്ടും സാമ്പത്തികമായിട്ട് വരില്ല കേട്ടാ. ഇതൊരു മരുന്നാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ബിസ്മി ഏത് മനസ്സിലായി? എന്താ കണ്ടില്ലേ? ഒന്ന് സൂം ചെയ്തെടുത്താൽ നോക്കാം. ബിസ്മില്ലാഹി ഇങ്ങനെ തന്നെ എഴുതണം. എല്ലാവരും നോട്ട്ബുക്കിൽ ഇതേപോലെ എഴുതിക്കാം. ഇതേപോലെ ബിസ്മില്ലാഹി എഴുതിച്ചാൽ ഏതെങ്കിലും നോട്ട്ബുക്ക് ഇങ്ങനെ വായിക്കും. ഞാൻ വായിക്കും. കാണണ്ട. ഇതേപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം. അവിടെ അത് മൊത്തം ഇങ്ങനെ കാണുന്ന രീതിയിൽ നല്ല സൂമിലാക്കി അതിനെ കാണുന്നു. എല്ലാവർക്കും ബിസ്മി ചെയ്തു. അതിൽ അലിഫ് 10 വേണ്ട. അലിഫ് വേണം, 10 വേണം. ഏത് അലിഫ് വേണ്ട? റഹ്മാനിന്റെ അവിടെ ഒരു അലിഫ് ഉണ്ടാവും, അത് വേണ്ട. ഇത് റസ്മുൽ ഉസ്മാനിലെ ബിസ്മി ഇങ്ങനെ ചെയ്ത് അവിടെ അലിഫൊന്നും ഉണ്ടാവില്ല. എന്നാൽ നേരെ ഒരു മരുന്ന് കൊടുത്തപ്പോൾ മരുന്ന് വാങ്ങാനുള്ള ആളില്ലല്ലേ? മതി